സഹോദരന്മാരെയും സഹോദരിമാരെയും, ബലിപെരുന്നാൾ അടുത്തിരിക്കുന്നു. നമ്മുടെ നാടുകളിൽ കടകളിലൊക്കെ പെരുന്നാൾ പ്രമാണിച്ചൊക്കെ വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സമയമാണ്. പെരുന്നാളാകട്ടെ മറ്റു സന്ദർഭങ്ങളാകട്ടെ, കടകളിൽ ഓഫറുകൾ ഉണ്ട് എന്നറിഞ്ഞാൽ ആ ഓഫർ തീരുന്നതിന് മുമ്പ് അവിടെ പോയി സാധനം വാങ്ങുക എന്നുള്ളത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വ്യഗ്രതയാണ്. ഇനി നമ്മൾ ഓഫർ ഉള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ഓഫർ ഉണ്ട് എന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി പോരുന്ന ഒരവസ്ഥയും നമുക്കുണ്ടാകാറില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ മനസ്സിനിണങ്ങിയതാണെങ്കിൽ, അത് ക്വാളിറ്റി ഉള്ളതാണ്, അത് നല്ലതാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത്തരം സാധനങ്ങൾ വാങ്ങാറുള്ളത്. ഓഫറുകൾ ലഭിക്കുന്നു, അത് നഷ്ടപ്പെടുത്തരുത് എന്ന് കേൾക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ത്വര ഭൗതികമായ ആവശ്യങ്ങൾക്കപ്പുറത്ത് നന്മകളുടെ വിഷയത്തിൽ, പരലോകത്തിൻ്റെ വിഷയത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. വിശ്വാസികൾ നന്മകളിൽ മത്സരിക്കുന്നവരായിരിക്കണം എന്നത് അവരുടെ ഒരു ഗുണമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചതാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ മത്സരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് വെച്ചു നീട്ടി നൽകുന്ന ഒരുപാട് ഓഫറുകളുണ്ട്. അള്ളാഹു നമുക്ക് ഓഫർ നൽകുമ്പോൾ അതൊരിക്കലും ഭൗതികമായ ഓഫറുകളായിരിക്കില്ല. മറിച്ച് നമ്മുടെ മരണത്തിന് ശേഷം ഖബറിലും അവിടെ നിന്ന് അങ്ങോട്ട് പരലോകത്തും സ്വർഗത്തിലും ഒക്കെ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ഓഫറുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിലേക്ക് വെച്ചു നീട്ടാറുള്ളത്. വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ ഓഫറുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഇന്ന് ദുൽഖഅദ 27. ഇനി 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജ മാസം എന്നത് ആ മാസത്തിന് തന്നെ വലിയ പ്രത്യേകതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ മാസങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തതാണ് ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ മാസത്തിന്റെ തൊട്ട് മുമ്പുള്ള ദുൽഖഅദയും ശേഷമുള്ള മുഹറവും അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം ദുൽഹിജ്ജ മാസവും അതിലുള്ള ഹജ്ജുമാണ്. ആ ദുൽഹിജ്ജ മാസത്തിലെ തന്നെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് മനുഷ്യന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ ഓഫറുകളാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. നമ്മൾ ഭൗതികമായ തിരക്കുകളിൽ പെട്ടുപോകുന്നതിനപ്പുറത്ത് നന്മകളിൽ മത്സരിക്കാൻ ഈ ദിവസങ്ങളെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 സ്ഥലങ്ങളിലാണ് ഈ 10 ദിവസങ്ങളെ പരാമർശിച്ചിട്ടുള്ളത്. ഒന്ന്, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 28-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു പറയുകയാണ്, ലിയശ്ഹദൂ മനാഫിഅ ലഹും, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഉപകാരങ്ങൾ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയാണ്. വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉപജീവനമായി സമ്പത്തായി നൽകിയ കന്നുകാലികളിൽ നിന്നും അവരുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കാനും വേണ്ടി കൂടിയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് എന്ന് ബലികർമ്മവും ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് മുഫസ്സിറുകളെല്ലാവരും ധാരാളം റിപ്പോർട്ടുകളിൽ നിന്നും സഹാബികളും താബിഈകളും അടക്കമുള്ള ആളുകളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണുവാൻ സാധ്യമാകും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിന്റെ ആദ്യത്തെ 2 വചനങ്ങളിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, ഫജ്ർ പുലരി തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാവുകൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തിയ ദിവസങ്ങൾ അൽ ലയാലി അൽ അശ്ർ അൽ മുറാദു ബിഹാ അശ്റു ദിൽഹിജ്ജ,
ഇതിന്റെ ഉദ്ദേശം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, മുജാഹിദ് തുടങ്ങിയ സഹാബികളും താബിഈകളുമായ ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീർ ഉദ്ധരിക്കുന്നത് കാണാൻ സാധ്യമാകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരാമർശിച്ച ഈ ദിവസങ്ങൾ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകൾ അടങ്ങിയ ദിവസമാണ്. ഈ ശ്രേഷ്ഠതകളെ സ്വാംശീകരിച്ചെടുക്കുവാൻ, കരസ്ഥമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും നല്ല ശ്രദ്ധ നൽകേണ്ടതുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ദിവസത്തിന്റെ 10 ദിവസത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുകയാണ്. വബിൽ ജുംലതി ഫഹാദൽ അശ്റു ഖദ് ഖീല ഇന്നഹു അഫ്ളലു അയ്യാമിസ് സന. ഈ 10 ദിവസങ്ങൾ 365 ദിവസങ്ങൾ അടങ്ങുന്ന, അല്ലെങ്കിൽ അറബി മാസം അനുസരിച്ചുകൊണ്ട് 359 ദിവസങ്ങൾ അടങ്ങുന്ന ഒരു വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ പറയപ്പെട്ട 10 ദിവസങ്ങളെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഫഫദ്ലുഹു കസീറുൻ അലാ അശ്രി റമളാനിൽ അഖീർ. ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതയേക്കാൾ കൂടുതലാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10-ൽ നമ്മൾ എന്തെല്ലാം മുന്നൊരുക്കൽ നടത്താറുണ്ട്, എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ആ ദിവസത്തിലെ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠം ഈ 10 ദിവസങ്ങൾക്കാണ് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിലും തെളിവുദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. സമാനമായ അഭിപ്രായങ്ങൾ വേറെയും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഭിപ്രായങ്ങളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മഹാന്മാരെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് റമളാനിലെ അവസാനത്തെ 10-നും ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10-നും വലിയ ശ്രേഷ്ഠതകളുണ്ട്. റമളാനിലെ അവസാനത്തെ 10-ലെ രാത്രികൾക്കാണ് ശ്രേഷ്ഠതയെങ്കിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10-ലെ പകലുകൾക്കാണ് ശ്രേഷ്ഠത എന്നാണ് അവ തമ്മിലുള്ള വ്യത്യാസം. രണ്ടിനും വലിയ ശ്രേഷ്ഠതയുണ്ട്. റമളാനിലെ അവസാനത്തെ 10-ൽ ലൈലത്തുൽ ഖദ്ർ എന്ന ഒരു മഹത്തായ ദിനമുണ്ടെങ്കിൽ, രാവുണ്ടെങ്കിൽ, ദുൽഹിജ്ജ ആദ്യത്തെ 10-ൽ അറഫാ ദിനം എന്ന് പറയുന്ന മഹത്തായ ഒരു പകലുണ്ട്. അപ്പോൾ ഈ ദിവസത്തിലെ പകലിന് ഏറെ ശ്രേഷ്ഠതയുണ്ട് എന്ന് മഹാന്മാരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഓരോ ദിവസത്തിനും 1000 ദിവസങ്ങളെ പോലെയാണ് എന്നാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ഓരോ ദിവസങ്ങളും 1000 ദിവസങ്ങളെ പോലെയാണ്. എന്നാൽ അറഫാ ദിനം ദുൽഹിജ്ജ 9 എന്നുള്ളത് ആയിരക്കണക്കിന് ദിവസങ്ങളെ പോലെ, വെറും 1000 അല്ല, ആയിരക്കണക്കിന് ദിവസങ്ങളുടെ പുണ്യമാണ് ദുൽഹിജ്ജ 9-നുള്ളത് എന്നാണ്. അപ്പോൾ ഓരോ ദിവസവും 1000 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് കടന്നു പറഞ്ഞിരിക്കുന്നത്. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരു വ്യക്തി പകലിൽ നോമ്പെടുത്തും രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കാവലിരുന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10-ന്റെ പകലുകളിൽ നന്മകൾ ചെയ്യുന്നവന് ഉള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറെ ശ്രേഷ്ഠത ഈ ദിവസങ്ങൾക്കുണ്ട്. ഈ ശ്രേഷ്ഠതകൾക്കുള്ള കാരണം എന്താണ്? അതും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വല്ലദി യദ്ഹറു അന്ന സബബ ഫീ ഇംതിയാസി അശ്രി ദുൽഹിജ്ജ. ഈ അശ്രു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ ഏറെ ശ്രേഷ്ഠമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദത്തി ഫീഹി. ഈ ദിവസത്തിൽ 10 ദിവസങ്ങളിലാണ് ഉമ്മഹാത്തുൽ ഇബാദ, ശ്രേഷ്ഠമായ ആരാധനകൾ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലെ എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് ചേരുന്നത് ഈ 10 ദിവസങ്ങളിലല്ലാതെ മറ്റൊരു ദിവസത്തിലും ഇല്ല എന്ന്. അഥവാ നമസ്കാരം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമത്തേതാണ്. ആ നമസ്കാരം വർഷത്തിലെ എല്ലാ ദിവസത്തിലുമുണ്ട്, ഈ ദിവസങ്ങളിലുമുണ്ട്. നോമ്പ് വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലുമുണ്ട്, ഈ ദിവസങ്ങളിലും നോമ്പെടുക്കൽ പുണ്യമാണ്. സകാത്ത്, ഒരു വ്യക്തിയുടെ നിസാബ് പൂർത്തിയാകുന്നത്, ഹൗല് തികയുന്നത് ഈ സമയത്താണ് എങ്കിൽ അവൻ ഈ സമയത്ത് സകാത്ത് നിർവഹിക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യമായ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചവന് മാത്രമേ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഹജ്ജ് എന്നുള്ള ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തേത്, അത് ഈ ദിവസങ്ങളിലല്ലാതെ വേറെ ഒരു ദിവസത്തിലുമില്ല, വേറെ ഒരു മാസത്തിലുമില്ല. റമദാൻ മാസത്തിലും നോമ്പും സക്കാത്തും നമസ്കാരവും എല്ലാം ഉണ്ട്. മറ്റെല്ലാ മാസങ്ങളിലും നോമ്പും സക്കാത്തും നമസ്കാരവും ഉണ്ട്.
എന്നാൽ ദുൽഹിജ്ജ് 10 ദിവസത്തിൽ മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഹജ്ജ് ഉള്ളത്. ഹജ്ജ് വേറെ ഒരു മാസത്തിലുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പഞ്ചസ്തംഭമായി നിശ്ചയിച്ച മുഴുവൻ കർമ്മങ്ങളും ഒരുമിച്ച് ചേരുന്ന ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളിലേക്ക് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദിഹി. ഈ 10 ദിവസത്തിൽ ഉള്ള കർമ്മങ്ങൾക്കുള്ള പുണ്യം പോലെ വേറെ ഒരു ദിവസത്തിലും ഇത്രയേറെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രവാചകന്റെ സഹാബികൾ ചോദിച്ചു, റസൂലേ വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിലിറങ്ങുന്ന ജിഹാദിനും റസൂലേ ഇതിനേക്കാൾ കൂലിയില്ലേ? പ്രവാചകൻ പറഞ്ഞു, വലൽ ജിഹാദ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് പോലും ഈ 10 ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളുടെ പുണ്യത്തോളം കൂലി ലഭിക്കില്ല എന്ന്. ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യഅതി ബിശൈഇൻ, എന്നാൽ ഒരുവനൊഴികെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ മുഴുവൻ സമ്പത്തും തന്റെ ശരീരവുമായി കൊണ്ട് അവൻ യുദ്ധത്തിനിറങ്ങി, വലം യർജ ബിശൈഇൻ, എന്നിട്ട് അവൻ തിരിച്ചു വന്നില്ല, അഥവാ ആ യുദ്ധത്തിൽ ഷഹീദായിരിക്കുന്നു. ഷഹീദിന് ഈ ദിവസത്തിലെ പുണ്യങ്ങളെക്കാൾ വലിയ പുണ്യമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങി ശത്രുക്കളെ ധാരാളക്കണക്കിന് ശത്രുക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചും കൊന്നും ഇസ്ലാമിന് ശക്തി പകർന്നു, തന്റെ സമ്പത്തും ശരീരവും ഇസ്ലാമിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി ഇറങ്ങി അവൻ ജീവനോടെ തിരിച്ചു വന്നു. എന്നാൽ ആ ജീവനോടെ തിരിച്ചു വന്ന വ്യക്തിയെക്കാളും അവന് കിട്ടുന്ന കൂലിയെക്കാളും കൂടുതൽ കൂലി സഹോദരന്മാരെ സഹോദരിമാരെ ഈ ദിവസത്തിൽ ദുൽഹിജ്ജയുടെ 10 നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ ഈ ദിവസങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. വലിയ കൂലിയാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. ഭൗതികമായി നമുക്ക് ഒരുപാട് തിരക്കുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. നമ്മൾ വളരെ അശ്രദ്ധമായി പോകുന്ന പകലുകളാണിത്. റമദാനിന്റെ അവസാനത്തെ 10 രാവുകൾക്കാണ് ശ്രേഷ്ഠത. നമ്മൾ ആ രാവുകളിൽ മറ്റു തിരക്കില്ലാത്തതിന് ഒരുപക്ഷേ പള്ളിയിൽ ഇഴ്തികാഫിരുന്നും അല്ലാതെയുമൊക്കെ സമയത്ത് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾക്ക് സാധ്യമാകും. എന്നാൽ ദുൽഹിജ്ജ് 10 പകലുകൾക്കാണ് ശ്രേഷ്ഠത. നമ്മുടെ വീട്ടുകാര്യങ്ങളിലും ജോലി തിരക്കിലും മറ്റു യാത്രകളിലും ഒക്കെ ആയിക്കൊണ്ട് അശ്രദ്ധമായി പോകുന്ന ഈ ദിവസങ്ങൾ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്കൊരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ ദിവസത്തെ വളരെയേറെ ഉപയോഗപ്പെടുത്തിയത് കാണുവാൻ സാധ്യമാകും. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറയുകയാണ്, തനിക്ക് എത്രത്തോളം സാധ്യമാകുമോ അത്രത്തോളം, ഇത്ര എന്നില്ല, എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ നാവ് കൊണ്ട് പുണ്യങ്ങൾ ചെയ്യുവാൻ ദിക്റും നമസ്കാരവും സ്വതക്കയും മറ്റു ഇബാദത്തുകളുമായി കൊണ്ട് എത്രത്തോളം എനിക്ക് സാധ്യമാകുമോ അത്രത്തോളം അദ്ദേഹം ചെയ്യാറുണ്ട്, പരിശ്രമിക്കാറുണ്ടായിരുന്നുവെന്ന് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയെ കുറിച്ച് മഹാന്മാരെ മുൻഗാമികൾ പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ വന്നിരിക്കുന്നു. ഈ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് കർമ്മങ്ങളിലും ജനങ്ങൾ അവരുടെ തിരക്കുകളിലും ആവശ്യങ്ങളിലും തിരക്കിലാകുന്ന ദിവസമാണ് എന്നാണ്. അഥവാ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ, വിശ്വാസമുള്ള ആളുകൾ, അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, പരലോകത്ത് കൂലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ നന്മകളിൽ മത്സരിക്കുന്ന ദിവസങ്ങളാണ്. എന്നാൽ ഇതൊന്നും ചിന്തയില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ഭൗതികമായ തിരക്കുകളിൽ മുഴുകിപ്പോകുന്ന മറന്നുപോകുന്ന ദിവസങ്ങളാണ് ഇതാ വന്നിരിക്കുന്നത് എന്ന് മഹാന്മാരെ മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹയെ കുറിച്ച് തന്നെ മറ്റു പഠിപ്പിച്ചത് അദ്ദേഹം ആളുകളോട് പറയാറുണ്ടായിരുന്നു, ലാ തുത്ഫിഉ സുർജകും ലയാലി അൽ അശ്ർ, നിങ്ങൾ ഈ ദിവസത്തിലെ രാവുകളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിളക്കുകൾ അണച്ചു കളയരുത്. എന്നിട്ട് നിങ്ങൾ നിങ്ങൾ എല്ലാവരും അറഫ ദിനത്തെ നോമ്പിന് വേണ്ടിയും അതേപോലെ തന്നെ മറ്റു കർമ്മങ്ങൾക്ക് വേണ്ടിയും ഈ ദിവസങ്ങളിലെ രാവുകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ, പകലുകൾ ഉപയോഗപ്പെടുത്തണേ എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഈ ദിവസത്തിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് വരും ദിവസങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ, മാസപ്പിറവി കണ്ടാൽ അല്ലെങ്കിൽ 30 പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തർ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകളിൽ മത്സരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على محمد وعلى آل محمد.
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ദുൽഹിജ്ജ മാസത്തിൻ്റെയും ആദ്യത്തെ 10 ദിവസങ്ങളിൽ ധാരാളമായി നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് നമ്മൾ ഒന്നാം ഖുതുബയിൽ സൂചിപ്പിച്ചത്. ഇനി ഈ ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയും, ആ നന്മകളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഹജ്ജും ഉംറയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെയും ഉംറയുടെയും പുണ്യങ്ങൾ നമുക്ക് ധാരാളമായി പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഈ വർഷത്തിൽ ഹജ്ജിന് പോകാൻ തൗഫീഖ് ലഭിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ പരിചയത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നല്ല രൂപത്തിൽ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വരും വർഷങ്ങളിൽ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഹജ്ജ് ചെയ്യാനുള്ള മഹത്തായ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഹജ്ജ് ഉംറയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. എന്നാൽ നമുക്കതിന് സാധ്യമാകുന്നില്ല ഈ വർഷം. എങ്കിൽ നമുക്കെന്തെല്ലാം ചെയ്യാൻ സാധ്യമാകും? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 10 ദിവസങ്ങളിലെ 10ാം ദിവസം പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാമായതിനാൽ മറ്റു ദിവസങ്ങൾ 1 മുതൽ 9 വരെ ദിവസങ്ങളിൽ നമുക്ക് നോമ്പെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദി ആയിഷ ബീവി പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജയിൽ 9 നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നുവെന്നാണ്. പ്രവാചകന്റെ ഹദീസിന്റെ ഉദ്ദേശം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1 മുതൽ 9 വരെയുള്ള 9 ദിവസത്തിലും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നാണ് എന്ന് മുഹദ്ദിസുകൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, ദുൽഹിജ്ജ 9 മാത്രമാണ് അതിന്റെ ഉദ്ദേശമെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ദുൽഹിജ്ജ 9 അറഫാ ദിനത്തിലെ നോമ്പിന്റെ പ്രത്യേകത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേറെയും ഹദീസിലൂടെ പ്രത്യേകമായി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇനി ഈ ഹദീസിന്റെ ഉദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നോമ്പെടുത്തു എന്നോ അല്ല എന്നോ ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിലെ എന്ത് നന്മകൾ ചെയ്താലും നമുക്ക് തന്നെ വലിയ കൂലിയുള്ളത് കൊണ്ട് തന്നെ പരമാവധി നന്മകൾ നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ആ രൂപത്തിൽ ഒരു വ്യക്തിക്ക് കൂലി ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മകളിൽ ഒന്ന് തന്നെയാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഒരാൾ ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്ത് കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ തൊട്ട് അവന്റെ മുഖത്തെ 70 വർഷത്തെ ദൂരം അകറ്റിക്കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നോമ്പിന് അത് കൂലി കിട്ടുമെങ്കിൽ ഈ 9 ദിവസങ്ങളിൽ സാധ്യമാകുമെങ്കിൽ 9ഉം, അല്ലെങ്കിൽ സാധ്യമാകുന്ന അത്രയും പരമാവധി ദിവസങ്ങൾ നോമ്പെടുത്തുകൊണ്ട് നന്മയിൽ മത്സരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി സഹോദരന്മാരെ, നമ്മൾക്ക് ഈ ദിവസത്തിൽ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സന്ദർഭങ്ങളിലുമൊക്കെ ദിക്റുകൾ ധാരാളമായി അധികരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശ്രേഷ്ഠമായ കൂലി ലഭിക്കുന്ന ധാരാളക്കണക്കിന് ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ധാരാളക്കണക്കിന് ദിക്റുകളെല്ലാം നമ്മൾ ജീവിതത്തിൽ ധാരാളമായി പ്രാവർത്തികമാക്കി കൂലികൾ ധാരാളമായി കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മച്ചിനെ അള്ളാഹു പഠിപ്പിച്ച വലിയ പുണ്യമുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത്. ഈ ദിവസത്തിൽ ധാരാളമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് ഒരു ഹർഫിന് 10 കൂലി ലഭിക്കുന്ന ഖുർആൻ പാരായണം നമ്മൾ അധികരിപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ദിവസത്തിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ പാപങ്ങൾ അല്ലാഹുവോട് ഏറ്റുപറയുവാൻ, തൗബ ചെയ്യുവാൻ, ഇസ്തിഗ്ഫാർ ചെയ്യുവാൻ ഈ ദിവസത്തിന്റെ പകലും രാത്രിയും നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ പാപങ്ങളും അള്ളാഹുവോട് ഏറ്റുപറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ദിവസങ്ങളിൽ അള്ളാഹുവോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അള്ളാഹു സ്വീകരിക്കുവാൻ വലിയ സാധ്യതകൾ ഈ ദിവസങ്ങളിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹുവോട് ഏറ്റുപറയുവാൻ, അങ്ങനെ എല്ലാ നന്മകളും നമ്മൾ ഈ ദിവസത്തിൽ ചെയ്യാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുൽഖിൻ, തന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖവുമായി കൊണ്ട് കണ്ടുമുട്ടുന്നതടക്കം ഒരു ചെറിയ നന്മ പോലും നീ നിസാരമാക്കി കളയരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് എന്തൊക്കെ നന്മകൾ നമുക്ക് സാധ്യമാകുമോ, നന്മയായിക്കൊണ്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ദിവസങ്ങളിൽ ധാരാളമായി കൊണ്ട് ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, പ്രത്യേകമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ദുൽഹിജ്ജ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
പെരുന്നാളനുബന്ധിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായി സുന്നത്താക്കിയ ബലികർമ്മം എന്നുള്ളത് അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സവിസ്തരം സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മളതിന് തയ്യാറാവുക. അങ്ങനെ ദുൽഹിജ്ജയിൽ ബലികർമ്മത്തിനെ ഉദ്ദേശിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മാസപ്പിറവി കണ്ട സമയം മുതൽ പിന്നീട് ബലിമൃഗത്തെ അറുക്കുന്ന അത്രയും സമയം അവരുടെ നഖവും അതേപോലെ തന്നെ ശരീരത്തിലെ രോമങ്ങളൊന്നും അവർ വെട്ടാനോ കളയാനോ പാടില്ല എന്ന പ്രവാചകന്റെ ഒരു സുന്നത്തുണ്ട്. അതുകൊണ്ട് ദുൽഹിജ്ജയിൽ ഉലഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ മുടിവെട്ടാനും അതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരുങ്ങി നിൽക്കുവാൻ സന്നദ്ധമാകണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ ധാരാളമായി മത്സരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.